കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ, കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ, വിറ്റവർ വില വാങ്ങിയതും മറപ്പതില്ല. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേടൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മൾക്കെല്ലാവർക്കും വേടനെ അറിയാം. വേടൻ തൻ്റെ പാട്ടുകളിലൂടെ ഒരു പ്രത്യേക രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് വേടൻ്റേത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ വേടൻ സംസാരിച്ചത് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. മക്കളെ, സിന്തറ്റിക് ഡ്രഗ് തുടരുത്, മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്, അത് നിങ്ങളെ നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്ത വേടൻ പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ പറയുന്നൊരു രാഷ്ട്രീയമുണ്ട്, വിശപ്പിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ എന്താ പറയുക, കഷ്ടപ്പെട്ട് വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം ഇട്ട് നടക്കുന്നവർ എന്നൊക്കെ പറയുന്നിടത്ത് വേടന് അതിൽ ഒരു പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേടൻ ഇഷ്ടംപോലെ പൈസ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് അനുസരിച്ചുള്ള ഒരു കഴിവുണ്ട്. വേടൻ്റെ കഴിവുകളെ തീർച്ചയായിട്ടും സമൂഹവും നമ്മുടെ നാടുമൊക്കെ തന്നെ അംഗീകരിച്ചതാണ്. ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. എവിടെയും വേടനെ മാറ്റി നിർത്തുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉച്ച നീചത്വങ്ങളുണ്ട്. ഒരു കാലത്ത് ഇത് ഒരുപാട് അനുഭവിച്ചൊരു നാട് തന്നെയാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ചും ജാതികൾ തിരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തൊരു നാട് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് വളരെയധികം എന്താ പറയുക, ഏകദേശം ഒരു 99.9% നമുക്ക് എവിടെയും ജാതി തിരിച്ചുള്ള അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കളറിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലുകളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഞാൻ തന്നെ പഠിച്ചു വന്ന ഒരു കാലഘട്ടത്തിലും എവിടെയെങ്കിലും ഒരു കുട്ടിയെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നതോ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നിറമാണോ പ്രശ്നമെന്ന് ചോദിച്ച് വിനായകൻ കള്ളു കുടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെവിടെയാണ് ഒരു ജാതിക്കോ നിറത്തിനോ എന്താണ് ബന്ധം? നമ്മൾ നന്നായി ഇടപെടാത്തത്, നല്ല രീതിയിൽ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത്, കഞ്ചാവ് അടിക്കുന്നത്, ഇതൊക്കെയായിട്ട് എന്താണ് ജാതീയ ബന്ധം? ഒരു ബന്ധവുമില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ കറുപ്പാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാർഡെടുത്ത് കളിക്കുന്നതായിട്ടേ തോന്നാറുള്ളൂ. ഇവിടെയും വേടൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ പുലിനഖത്തിൻ്റെ എന്താ പറയുക മാല വരെയാണ്. ആർക്കും അതൊന്നും കിട്ടില്ല. ഇത് എത്ര വലിയ എന്താ പറയുക രാജാവായിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ അതൊന്നും അണിയാൻ പറ്റില്ല. സമൂഹത്തിൽ ഈ കറുത്തവരല്ലാത്തവർ പലരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലുമാണ് കഴിയുന്നത്. അപ്പോൾ നിറത്തിൻ്റെ